സുഹൃത്തുക്കളെ, എല്ലാ ദിവസവും രാവിലെ നമ്മൾ കണ്ണു തുറക്കാറുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ഉണരുന്നുണ്ടോ? കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ചിന്തിച്ച് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ടു പോകുന്നു. പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണോ നിയന്ത്രിക്കുന്നത്, അതോ നമ്മളെ ഓരോ നിമിഷവും ഒരു അദൃശ്യശക്തിയാണോ നയിക്കുന്നത്? ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആരോ ഇരുന്ന് നമ്മുടെ തീരുമാനങ്ങളെ തടയുന്നതുപോലെ തോന്നാറില്ലേ? വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ആ ശബ്ദം പറയും, വേണ്ട, നിനക്കത് സാധിക്കില്ല. ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ചോദിക്കും, വിഡ്ഢിത്തം കാണിക്കാതെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കുന്നത്? വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആ ശബ്ദം നമ്മളെ ഭയപ്പെടുത്തുകയും തളർത്തുകയും ചെയ്യുന്നു. ആ ശബ്ദത്തെ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല. എന്നിട്ടും അത് നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നു. ആരാണത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ മനസ്സാണ്. അതെ, നമ്മളെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്ന മനസ്സ്. ചിലപ്പോൾ അത് നമ്മളെ അസ്വസ്ഥരാക്കും, മറ്റു ചിലപ്പോൾ ആശ്വസിപ്പിക്കും. ഇനി ഒന്നും ചെയ്യണ്ടേയെന്നും ഈ പണി നിനക്ക് പറ്റിയതല്ലേയെന്നും അത് പറയും. മനസ്സ് ഒരു യന്ത്രമല്ല, പക്ഷേ അതിനേക്കാൾ വലിയ ഒരു യന്ത്രവുമില്ല. കാരണം അതിന് ഒരു മനുഷ്യനെ ഉയർത്താനും താഴ്ത്താനും കഴിയും. എല്ലാവർക്കും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നും എന്തെങ്കിലുമൊക്കെ ആകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ മിക്ക ആളുകൾക്കും അവരുടെ സ്വപ്നങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയാറില്ല. അതിന് കാരണം അവരുടെ മനസ്സാണ്. മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ്. എന്നാൽ അത് നമ്മുടെ യജമാനനാകുമ്പോൾ അതേ ശക്തി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നു. പലരും പുറംലോകത്തോട് തോൽക്കുന്നു, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വന്തം മനസ്സുകളോട് തോൽക്കുന്നു. പുറത്തുനിന്ന് ആരും അവരെ തടയുന്നില്ല, അവരുടെ ഉള്ളിലുള്ള മനസ്സ് തന്നെ അവരെ തടയുകയാണ്. ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ മനസ്സുമായി തോൽക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വിജയിക്കുക എന്നത് അസാധ്യമാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കൂ എന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷേ മനസ്സിന്റെ ശബ്ദം എപ്പോഴാണ് ശരി, എപ്പോഴാണ് തെറ്റ് എന്ന് ആരും പറഞ്ഞുതരാറില്ല. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നും ആരും പഠിപ്പിക്കാറില്ല. അതിന്റെയെല്ലാം ഫലമെന്താണെന്നോ? മനസ്സ് നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവറാകും, നമ്മൾ പിന്നിലെ സീറ്റിലിരിക്കുന്ന യാത്രക്കാർ മാത്രമാകും. നമ്മളിൽ പലർക്കും ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത്, നമ്മൾ നമ്മുടെ മനസ്സിനെ അടിമയാക്കാത്തിടത്തോളം കാലം മറ്റാരുടെയോ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടിവരും. മനസ്സിനെ അടിമയാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അസാധ്യമല്ല. ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെയൊരു യാത്ര തുടങ്ങുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ യജമാനനാകുന്ന ഒരു യാത്ര. അവിടെ നിങ്ങൾ അതിനെ നയിക്കും, അത് നിങ്ങളെ നയിക്കില്ല. എപ്പോൾ ഭയപ്പെടണം, എപ്പോൾ പോരാടണം, എപ്പോൾ നിർത്തണം, എപ്പോൾ മുന്നോട്ടു പോകണം എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഇതൊരു സാധാരണ വീഡിയോ അല്ല. ഇത് ഒരു ആന്തരിക യുദ്ധത്തിന്റെ തുടക്കമാണ്. അവിടെ ശത്രു പുറത്തല്ല, അകത്താണ്. ആ ശത്രുവിനെ തോൽപ്പിച്ചില്ലെങ്കിൽ അത് എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങളെ പതിയെ പതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം എടുക്കുകയാണോ, അതോ എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാൻ എന്നെ അനുവദിക്കുകയാണോ? നിങ്ങളുടെ ഉത്തരം അല്പം പോലും സംശയാലുവാണെങ്കിൽ മനസ്സിനെ അടിമയാക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ തടയുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ചോദ്യമിതാണ്, എന്താണ് ഈ മനസ്സ്? അത് എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? നമ്മൾ എന്തിനാണ് അതിന്റെ കെണിയിൽ വീഴുന്നത്? ഈ രഹസ്യം നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു ശബ്ദമുണ്ട്. അത് ചിലപ്പോൾ നിനക്ക് കഴിയുമെന്നും ചിലപ്പോൾ നിനക്കൊന്നും കഴിയില്ല എന്നും പറയും. ഈ ശബ്ദം പുറത്തുനിന്നാണോ? അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ആർക്കും കാണാൻ കഴിയില്ല. ഇതിന് രൂപമോ നിറമോ ഇല്ല. എന്നിട്ടും ഇതെല്ലാ ദിവസവും നമ്മളെ നയിക്കുന്നു, തടയുന്നു, ഭയപ്പെടുത്തുന്നു, ചിലപ്പോഴൊക്കെ ഉയർത്തുകയും ചെയ്യുന്നു. ഇതിനൊരു പേരും നമ്മൾ കൊടുത്തു, മനസ്സ്. മനസ്സ് എന്ന വാക്ക് ചെറുതാണ്, പക്ഷേ അതിന്റെ സ്വാധീനം വളരെ വലുതാണ്. അത് ഒരാളുടെ ജീവിതം ഉണ്ടാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. ഒരു വ്യക്തി ഉള്ളിൽ തകർന്നിരിക്കുകയാണെങ്കിൽ പുറത്ത് 1000 പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം അയാൾക്ക് കരുത്തനാകാൻ കഴിയില്ല. കാരണം മനസ്സിന്റെ കെണി പൊട്ടാത്തടത്തോളം കാലം സ്വാതന്ത്ര്യം ഒരു സ്വപ്നം മാത്രമായിരിക്കും. നമ്മളെല്ലാവരും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകാം, എന്റെ മനസ്സിന് താൽപ്പര്യമില്ല, എന്റെ മനസ്സ് അസ്വസ്ഥമാണ്, എനിക്ക് മനസ്സിൽ ഭയമുണ്ട്, മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഈ മനസ്സ് എന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ വികാരങ്ങളുടെ വീടാണ് മനസ്സ്. അവിടെയാണ് ചിന്തകൾക്ക് രൂപം നൽകുന്നത്, ഭയം വളരുന്നത്, പ്രതീക്ഷകൾ ജനിക്കുന്നത്, വിജയത്തിന്റെയും തോൽവിയുടെയും വിത്തുകൾ പാകുന്നത്. ഈ മനസ്സ് ഒരിക്കലും ഉറങ്ങാറില്ല. നിങ്ങൾ പുറത്ത് നിശബ്ദനായിരിക്കുമ്പോൾ പോലും ഉള്ളിൽ 1000 കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുമ്പോൾ പോലും ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ടാകും. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ യുദ്ധത്തിൽ ശത്രുവും ഇരയും നിങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടായിട്ടും അത് തുടങ്ങേണ്ട സമയം വരുമ്പോൾ മനസ്സ് തന്നെ നമ്മളെ തടഞ്ഞിട്ടുണ്ടോ?
പദ്ധതിയിട്ട അതേ മനസ്സ് തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒഴിവുകഴിവുകൾ പറയാൻ തുടങ്ങും. ഇതാണ് അതിന്റെ ശക്തി. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളെത്തന്നെ തോൽപ്പിക്കാൻ മനസ്സിന് കഴിയും. അതുകൊണ്ടാണ് ഒരു വലിയ തത്വം പറയുന്നത്, മനസ്സ് ഒരു അത്ഭുതകരമായ സേവകനാണ്, പക്ഷെ ഭയങ്കരനായ യജമാനനാണ്. അതായത്, മനസ്സ് നിങ്ങളുടെ അടിമയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ദിശയിലേക്ക് മുന്നോട്ടു പോകും. എന്നാൽ മനസ്സ് നിങ്ങളുടെ യജമാനനായാൽ ആ ദിശ പതുക്കെ പതുക്കെ മങ്ങിപ്പോകും. മനസ്സിന്റെ ശക്തി ഒരു ആയുധത്തേക്കാൾ വലുതാണ്. കാരണം ആയുധങ്ങൾ പുറത്തുള്ള ശരീരത്തെ മാത്രമേ ഉപദ്രവിക്കൂ, എന്നാൽ മനസ്സിനുള്ളിലുള്ള ആത്മാവിനെ തകർക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കാണാൻ കഴിയാത്തതും തൊടാൻ കഴിയാത്തതും എന്നാൽ നമ്മുടെ ഓരോ തീരുമാനത്തെയും ചിന്തയെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതുമായ ഒരു ശക്തി എത്രത്തോളം വലുതായിരിക്കും. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം മനസ്സ് നമ്മളെ കാണിക്കുന്നു. നമ്മൾ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അത് നമ്മളിൽ നിന്ന് മറച്ചുവെക്കുന്നു. ഉദാഹരണത്തിന്, രാവിലെ നിങ്ങൾ വ്യായാമം ചെയ്യണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അലാറം അടിച്ചപ്പോൾ മനസ്സ് പറഞ്ഞു, കുറച്ചുകൂടി ഉറങ്ങിക്കോ, നല്ല ക്ഷീണമുണ്ട്. നമ്മളത് സമ്മതിച്ചു. അപ്പോൾ ആ ക്ഷീണം ശരീരത്തിന്റേതായിരുന്നോ? അല്ല, അത് മനസ്സിന്റേതായിരുന്നു. ശരീരം ജോലി ചെയ്യുമ്പോൾ മാത്രമേ ക്ഷീണിക്കാറുള്ളൂ. പക്ഷേ മനസ്സിനൊന്നും ചെയ്യാതെയും നമ്മളെ ക്ഷീണിപ്പിക്കാൻ കഴിയും. മനസ്സിന്റെ ഏറ്റവും വലിയ തന്ത്രം ഇതാണ്. നിങ്ങൾ ഏറ്റവും ശക്തിയുള്ളവനായിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളെ ദുർബലനാണെന്ന് തോന്നിപ്പിക്കും. നിങ്ങൾ ഒരു വലിയ കാര്യത്തിനായി മുന്നോട്ടു പോകുമ്പോൾ മനസ്സുള്ളിൽ നിന്ന് പറയും, തോറ്റുപോകുമോ? ആളുകൾ എന്തു പറയും? നിനക്കതിന് കഴിയില്ല. അവിടെ നിന്നാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഈ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തെയും അതേ ദിശയിലേക്ക് മാറ്റാൻ കഴിയും. മനസ്സ് ഞാൻ ദുർബലനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തീരുമാനങ്ങളും ബന്ധങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ആ ദൗർബല്യത്തിന്റെ ഭാഷയിൽ നിറയും. എന്നാൽ ഇതേ മനസ്സ് എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ മാറിയില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം ലോകം തീർച്ചയായും മാറും. ഇതാണ് തലച്ചോറും മനസ്സും തമ്മിലുള്ള വ്യത്യാസം. തലച്ചോറ് യുക്തിയും വിവരങ്ങളും നൽകുന്നു, യുക്തിസഹമായി ചിന്തിക്കുന്നു. എന്നാൽ മനസ്സ് വികാരങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഭയം, അത്യാഗ്രഹം, ദേഷ്യം, മോഹം, വ്യാജ ഒഴിവുകഴിവുകൾ ഇതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സ് നിയന്ത്രണത്തിലാവാതിടത്തോളം കാലം തലച്ചോറിന്റെ എല്ലാ അറിവുകളും മങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം പുറത്തല്ല, അകത്താണ് നടക്കുന്നതെന്ന്. ഒരു വശത്ത് നമ്മുടെ തലച്ചോറ് മുന്നോട്ടു പോകൂ എന്ന് പറയുമ്പോൾ മറുവശത്ത് നമ്മുടെ മനസ്സ് നിൽക്കൂ, ഭയമാണ് എന്ന് പറയുന്നു. ആരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നായകൻ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതുവരെ ഓരോ വഴിത്തിരിവിലും നിങ്ങൾ തട്ടിത്തടഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സ് ഒരു അദൃശ്യ ശക്തിയാണ്. അത് കാണാൻ കഴിയില്ല. പക്ഷെ അതിന്റെ സ്വാധീനം ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും ഓരോ ചുവടിലുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ശരിയായ അർത്ഥത്തിൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളെ തടയുന്ന, ഭയപ്പെടുത്തുന്ന, നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ നിന്നകറ്റുന്ന ആ ശക്തിയെ തിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങളുടെയും നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മറയാണ് മനസ്സ്. ആ മറ നീങ്ങാത്തതുവരെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എങ്ങനെ കാണിക്കുന്നുവോ അതുപോലെ മാത്രമേ ലോകവും നിങ്ങളെ കാണൂ. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് ശരിയെന്നെനിക്കറിയാം, എന്നിട്ടും ഞാൻ തെറ്റായ വഴിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ഉണർന്ന് കഠിനാധ്വാനം ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നിട്ടും ഞാൻ മൊബൈലിൽ സമയം കളയുന്നത് എന്തുകൊണ്ടാണ്? ഭയത്തിൽ ഒളിച്ചിരുന്നിട്ട് ഒന്നും നേടാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, എന്നിട്ടും ഞാൻ മുന്നോട്ടു പോകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഒരു ഉത്തരം മാത്രമേ നമുക്ക് ലഭിക്കൂ. നമ്മൾ നമ്മുടെ മനസ്സിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതല്ല ചോദ്യം, നിങ്ങളുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതാണ്. നമ്മുടെ മനസ്സിന് ചില ദുശീലങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അലസത, മാറ്റിവയ്ക്കൽ, ഒഴിവുകഴിവുകൾ, ഭയം, പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം എന്നിവയാണവ. മനസ്സ് പറയും, ഇന്ന് ക്ഷീണിച്ചു, നാളെ ചെയ്യാം. കുറച്ചുനേരം വിശ്രമിച്ചോളൂ, ആരും കാണുന്നില്ല. ചെയ്തിട്ട് പരാജയപ്പെട്ടാൽ ആളുകൾ കളിയാക്കും, അതുകൊണ്ട് ചെയ്യേണ്ട. നമ്മൾ ആ മനസ്സിന്റെ വാക്ക് കേട്ട് പതിയെ പതിയെ അതിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങുന്നു. നമ്മളെ എവിടെ നിന്നാണ് തകർക്കേണ്ടതെന്ന് മനസ്സിനറിയാം. ഏതു വാക്ക് പറഞ്ഞ് നമ്മളെ നിർത്തണം, തളർത്തണം എന്ന് അതിനറിയാം. കാരണം നിങ്ങളുടെ എല്ലാ ബലഹീനതകളും അതിനറിയാം. നിങ്ങളുടെ പഴയ മുറിവുകളുടെ ഓർമ്മകൾ അതിന്റെ കൈവശമുണ്ട്. നിങ്ങളുടെ എല്ലാ ഭയവും, ലജ്ജയും, തോൽവികളും അതിന്റെ ശേഖരത്തിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ആ ഭയവും, ലജ്ജയും, തോൽവിയും നിങ്ങളുടെ മുന്നിൽ കൊണ്ടിടും. അങ്ങനെ യുദ്ധം തുടങ്ങുന്നതിനു മുൻപേ നിങ്ങൾ തോൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ ചോദ്യമിതാണ്, നമ്മൾ എന്തിനാണ് മനസ്സിന്റെ അടിമകളാകുന്നത്? കാരണം നമ്മൾ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. മനസ്സ് പറഞ്ഞത് നമ്മൾ അതേപടി വിശ്വസിച്ചു. അത് കാണിച്ചതൊക്കെ നമ്മൾ കണ്ടു. അത് അനുഭവിപ്പിച്ചത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു. നമ്മൾ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം.
നിങ്ങൾ അലാറം വെച്ചു, പക്ഷേ ആ അലാറം അടിച്ചപ്പോൾ മനസ്സ് പറഞ്ഞു, ഇന്ന് കുറച്ചുകൂടി ക്ഷീണമുണ്ട്, നാളെ മുതൽ ഉറപ്പായും എഴുന്നേൽക്കാം. നിങ്ങളത് വിശ്വസിച്ചു. അപ്പോൾ മനസ്സ് പഠിച്ചു, കുറച്ചൊന്ന് ഭയം കാണിച്ചാൽ മതി, കുറച്ചൊന്ന് മടി പിടിപ്പിച്ചാൽ മതി, ഈ മനുഷ്യൻ നിർത്തും. 1 2 3 തവണ ഇത് സംഭവിച്ചാൽ അതൊരു ശീലമായി മാറും. അവിടെ നിന്നാണ് മനസ്സിന്റെ അടിമത്തം തുടങ്ങുന്നത്. അവിടെ നിങ്ങളുടെ ശരീരം ഉണർന്നിരിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ മനസ്സ് ഉറങ്ങുകയായിരിക്കും. നമ്മൾ മനസ്സിന്റെ അടിമകളാകാൻ കാരണം അതിന്റെ വാക്കുകൾ ഓരോ തവണയും സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. മനസ്സ് പറയുന്നത് കേൾക്കണം, പക്ഷേ അത് വിശ്വസിക്കരുത് എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു. നീ ചെറുതാണെന്ന് മനസ്സ് പറയുമ്പോൾ നമ്മളത് അതേപടി വിശ്വസിക്കുന്നു. നിനക്ക് കഴിവില്ലയെന്ന് അത് പറയുമ്പോൾ നമ്മൾ തളർന്നുപോകുന്നു. പക്ഷേ മനസ്സുമായി എപ്പോഴെങ്കിലും തർക്കിച്ചിട്ടുണ്ടോ? അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം മനസ്സിനെ എങ്ങനെ നേരിടണമെന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടില്ല. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ പഠിക്കണം എന്നെല്ലാം നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. എല്ലാ ലഹരിയും, എല്ലാ ഭയവും, എല്ലാ മാറ്റിവെക്കലുകളും, എല്ലാ മടിയും ആ മനസ്സിന്റെ തന്ത്രങ്ങളാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. അപ്പോൾ മനസ്സ് പറയും, കുറച്ച് ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് പഠിക്കാം. നിങ്ങൾ ഇൻസ്റ്റഗ്രാം കാണാൻ തുടങ്ങുന്നു. 10 മിനിറ്റ്, 20 മിനിറ്റ്. പിന്നെ കുറ്റബോധം തുടങ്ങും. മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ശ്രദ്ധ മാറ്റിയതും കുറ്റബോധം നൽകിയതും. അതായത് നിങ്ങൾ പൂർണ്ണമായും അതിന്റെ പിടിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇനി എന്റെ മനസ്സിന്റെ അടിമയാകില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാത്ത കാലം വരെ നിങ്ങളുണ്ടാക്കിയ കെണിയിൽ നിങ്ങൾ കുടുങ്ങിക്കൊണ്ടേയിരിക്കും. മനസ്സിന്റെ യഥാർത്ഥ ശക്തി അതാണ്. നിങ്ങൾ ചിന്തിക്കുന്നതുപോലെയാണ് നിങ്ങൾ എന്ന് അത് നിങ്ങളെ വിശ്വസിപ്പിക്കും. പക്ഷേ സത്യമെന്താണെന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുപോലെയാകാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ഈ തിരഞ്ഞെടുപ്പുകളും മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആണെങ്കിൽ നിങ്ങൾ യജമാനനല്ല, വെറുമൊരു സേവകൻ മാത്രമായി മാറും. മനസ്സ് നമ്മളെ എന്തുകൊണ്ടാണ് അടിമയാക്കുന്നത് എന്നതല്ല ചോദ്യം. ഇനി എങ്ങനെ നമുക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാം എന്നാണ് ചോദ്യം. നമ്മുടെ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിച്ച് നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാം? ഇതിനായി മനസ്സിനെ തോൽപ്പിക്കുകയല്ല, അതിനെ നയിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. കാരണം മനസ്സ് നിങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവറായാൽ അത് നിങ്ങളെ വഴിതെറ്റിക്കും. പക്ഷെ നിങ്ങൾ ഡ്രൈവറായാൽ അതേ വണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നോട്ടു പോകും. നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാത്ത കാലത്തോളം ജീവിതം എല്ലാ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വെല്ലുവിളികൾ എറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ തവണയും അതേ പഴയ ഭയത്തിലും മടിയിലും മാറ്റിവെക്കലിലും കുടുങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി വെറും വാക്കുകൾ പോരാ, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു യുദ്ധം ജയിക്കാൻ ഒരു യോദ്ധാവിന് വാൾ ആവശ്യമുള്ളതുപോലെ മനസ്സിനെ കീഴടക്കാൻ നമുക്ക് ചില ശക്തമായ മാർഗങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനും നിങ്ങളുടെ പഴയ ശീലങ്ങളെ തകർക്കാനും നിങ്ങളെ പുതിയ ദിശയിലേക്ക് നയിക്കാനും കഴിയുന്ന മാർഗങ്ങൾ. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാർഗം മനസ്സുമായി തർക്കിക്കാൻ പഠിക്കുക എന്നതാണ്. നിശബ്ദമായിരിക്കരുത്. നിങ്ങളുടെ മനസ്സ് നിനക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അതിനോട് മറുപടി പറയുക. എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല? മാറാൻ കഴിയാത്ത ഒരു കല്ലാണോ ഞാൻ? മനസ്സ് എല്ലാവരും തോറ്റുപോയി എന്ന് പറയുമ്പോൾ പറയുക, എല്ലാവരെക്കുറിച്ചും എനിക്കറിയില്ല, പക്ഷേ ഞാൻ തോൽക്കാൻ തയ്യാറല്ല. നിങ്ങൾ മനസ്സിനോട് തർക്കിക്കാൻ തുടങ്ങാത്ത കാലം വരെ അത് യജമാനനായി എല്ലാ കാര്യങ്ങളിലും ആജ്ഞാപിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സ് ചെറുതായി ഭയപ്പെടുകയും പിന്നോട്ടു മാറുകയും ചെയ്യും. കാരണം മനസ്സിന്റെ ശക്തി നിങ്ങളതിനെ സത്യമായി വിശ്വസിക്കുന്നിടത്തോളം മാത്രമേ നിലനിൽക്കൂ. രണ്ടാമത്തെ മാർഗം ആദ്യം പ്രവർത്തിക്കുക, പിന്നെ വികാരം എന്നതാണ്. മൂഡ് വരുമ്പോൾ തുടങ്ങാം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ മനസ്സ് നമ്മളെ പറ്റിക്കുകയാണ്. അത് നല്ലൊരു മനോനില ഉണ്ടാകാൻ സമ്മതിക്കില്ല. ചിലപ്പോൾ ഉറക്കം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ ക്ഷീണം, എന്തെങ്കിലുമൊക്കെ അത് മുന്നിൽ കൊണ്ടിടും. അതുകൊണ്ട് ഈ രീതി പിന്തുടരുക. ആദ്യം എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക, അപ്പോൾ മൂഡ് തനിയെ വരും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ജോലിക്കായി പോകണം, പക്ഷേ മനസ്സ് പറയുന്നു വേണ്ട, ഇന്ന് വേണ്ട. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഷൂസ് ധരിക്കുക, വാതിൽക്കൽ വരെ പോവുക, 1 മിനിറ്റെങ്കിലും പുറത്തിറങ്ങുക. അത്രമാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ശരീരവും മനസ്സും അതിനായി തയ്യാറാകും. ഓർക്കുക, പ്രവൃത്തിയാണ് മനസ്സിന്റെ വിലങ്ങുപൊട്ടിക്കുന്ന മാന്ത്രിക വിദ്യ. നമ്മുടെ മൂന്നാമത്തെ തന്ത്രം മനസ്സിനെ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് നീ ദുർബലനാണ് എന്ന് പറയുമ്പോൾ അതിനോട് പറയുക, ശരിയാണ്, ഇപ്പോൾ ഞാൻ ദുർബലനാണ്, പക്ഷേ ഓരോ ദിവസവും ഞാൻ കൂടുതൽ കരുത്തനായിക്കൊണ്ടിരിക്കുന്നു. നീ തോൽക്കും എന്ന് പറയുമ്പോൾ മറുപടി നൽകുക, ഒരുപക്ഷെ ഞാൻ തോറ്റേക്കാം, പക്ഷേ വിജയിക്കുന്നതുവരെ ഓരോ തവണയും ഞാൻ എഴുന്നേൽക്കും. ഇത് വെറും സംസാരമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ്. നിങ്ങൾ പതിയെ പതിയെ പുതിയ ചിന്തകൾ മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പഴയ ശീലങ്ങൾ തനിയെ മാറും. ഒരു പഴയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതുപോലെ
നമ്മുടെ മനസ്സിന്റെ ചിന്താരീതികളും നമ്മൾ മാറ്റിയെടുക്കണം. നാലാമത്തെ തന്ത്രം എല്ലാ ദിവസവും മനസ്സിനെ ഒരു തവണ തോൽപ്പിക്കുക എന്നതാണ്. നമ്മൾ ഓരോ തവണയും മനസ്സിനെ ജയിക്കാൻ അനുവദിക്കുമ്പോഴാണ് അത് കൂടുതൽ ശക്തമാകുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ എഴുന്നേൽക്കേണ്ട, ഉറങ്ങിക്കോളൂ എന്ന് മനസ്സ് പറയുമ്പോൾ നിങ്ങൾ ഉണരുക. ഫോൺ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ജോലി പിന്നെ ചെയ്യാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അത് തുടങ്ങുക. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും മനസ്സിനെ തോൽപ്പിക്കുക. അത് ഉറക്കമായിരിക്കാം, ആഹാരത്തോടുള്ള ആർത്തിയായിരിക്കാം, ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ ചുറ്റിത്തിരിയുന്ന ശീലമായിരിക്കാം. ഈ ചെറിയ വിജയങ്ങൾ പോലും വലിയ സ്വാധീനം ചെലുത്തും. ഓരോ തവണ മനസ്സിനെ തോൽപ്പിക്കുമ്പോഴും ഇതിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു പുതിയ ആത്മവിശ്വാസം നിങ്ങളിലുണ്ടാകും. അഞ്ചാമത്തെ തന്ത്രം സങ്കൽപ്പിക്കുന്നതിനു പകരം കാണുക എന്നതാണ്. മനസ്സ് വാക്കുകളിലൂടെയല്ല, ചിത്രങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഭാവിയെ എത്രത്തോളം വ്യക്തമായി മനസ്സിൽ കാണാൻ കഴിയുന്നുവോ അത്രത്തോളം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാകും. എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണടച്ച് നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സ്വയം നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ സന്തോഷം മനസ്സുകൊണ്ട് അനുഭവിക്കുക, അതിന്റെ ഗന്ധമറിയുക, ആ വികാരങ്ങൾ ഉൾക്കൊള്ളുക. ഇതെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. ഈ ചിത്രം വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിനെ കാണിക്കുക. തുടർച്ചയായി കാണിക്കുമ്പോൾ മനസ്സ് അതിനെ സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. മനസ്സ് ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിച്ചാൽ ആ സത്യം യാഥാർത്ഥ്യമാക്കാൻ അത് പ്രവർത്തിച്ചു തുടങ്ങും. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരവും ശാന്തവുമായ വഴിയാണിത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഈ 5 തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന്. നിങ്ങളുടെ ദിവസം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. എളുപ്പമുള്ള കാര്യങ്ങളല്ല, മറിച്ച് ആവശ്യമായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യും. മനസ്സ് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പതിയെ പതിയെ കീഴടങ്ങാൻ തുടങ്ങും. ഒടുവിൽ നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന മനസ്സ് നിങ്ങളുടെ ആജ്ഞകൾ അനുസരിക്കാൻ തുടങ്ങും. അന്നാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര മനുഷ്യനാകുന്നത്. കാരണം നിങ്ങളുടെ ചിന്തകളും സ്വപ്നങ്ങളും ദിശാബോധവും ഇനി മനസ്സിന്റെയോ ലോകത്തിന്റെയോ ഒഴിവുകഴിവുകളുടെയോ അല്ല, മറിച്ച് പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമായിരിക്കും. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ഒരു അദൃശ്യ സംവിധാനം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു. നിങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ അതേപടി ആലോചിക്കാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. നമ്മൾ ഉണരുന്ന സമയം, പല്ല് തേയ്ക്കുമ്പോൾ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ, മൊബൈൽ നോക്കുന്നത്, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ചിന്തിക്കുന്നത്, ഇതെല്ലാം ഓരോ ദിവസവും ആവർത്തിക്കുന്നു. എന്നിട്ടും അതേ മടി, അതേ ശ്രദ്ധക്കുറവ്, അതേ കുറ്റബോധം. ഈ ആവർത്തനമാണ് നിങ്ങളുടെ മനസ്സിന്റെ ന്യൂറൽ പാത്വേ എന്ന പഴയ വഴികൾ. നമ്മുടെ തലച്ചോറ് ഒരു കൃഷിയിടം പോലെയാണ്. ഒരേ വഴിയിലൂടെ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ അവിടെ ഒരു പാതയുണ്ടാകും. എല്ലാ ദിവസവും അതേ പാതയിലൂടെ പോകുമ്പോൾ തലച്ചോറ് അതിനെ ഒരു ശീലമായി അംഗീകരിക്കും. ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തലച്ചോറ് സ്വയം മാറിക്കൊണ്ടിരിക്കും. ഞാൻ ദുർബലനാണ്, എനിക്ക് ക്ഷീണമുണ്ട്, ഞാൻ തോറ്റുപോകും എന്നെല്ലാം നിങ്ങൾ എല്ലാ ദിവസവും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ആ വഴികളെ കൂടുതൽ ശക്തമാക്കും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ സൂത്രശാലിയൊന്നുമല്ല. നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് അത് പറയുന്നത്. അതുകൊണ്ട് എന്റെ മനസ്സിന് താൽപ്പര്യമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ വാക്കുകളല്ല, മറിച്ച് നിങ്ങൾ കൊടുത്ത പഴയ പരിശീലനത്തിന്റെ ഫലം മാത്രമാണ്. ഈ പരിശീലനം മാറ്റുന്നതിനെയാണ് മൈൻഡ് റീവയറിംഗ് എന്ന് പറയുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു കുട്ടിയോട് എല്ലാ ദിവസവും നീ കൊള്ളില്ല, ദുർബലനാണ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലയെന്ന് കേട്ടു വളർന്നാൽ അവൻ വലുതാകുമ്പോൾ എന്ത് ചിന്തിക്കും? തനിക്ക് ഒന്നിനും കഴിവില്ലെന്ന് അവൻ വിശ്വസിച്ചു തുടങ്ങും. എന്നാൽ അതേ കുട്ടി എല്ലാ ദിവസവും നിനക്ക് കഴിയും, നീ പ്രത്യേകതയുള്ളവനാണ്, നിനക്ക് പോരാടാൻ കഴിയും എന്ന് കേട്ടാൽ അവന്റെ ചിന്താരീതി തന്നെ മാറും. നമ്മുടെ മനസ്സും ആ കുട്ടിയെപ്പോലെയാണ്. നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും എന്ത് പഠിപ്പിക്കുന്നുവോ അതുതന്നെ അത് പറയും. മൈൻഡ് റീവയറിംഗ് എന്നാൽ പഴയ മോശം ചിന്തകളെ മാറ്റുകയും പകരം പുതിയ നല്ല ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുകയുമാണ്. ഇനി ചോദ്യം, ഈ റീവയറിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങൾ പുതിയൊരു ശീലമുണ്ടാക്കുമ്പോൾ, ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുകയോ രാത്രി ഫോൺ മാറ്റിവെച്ച് ഡയറി എഴുതുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരു പുതിയ പാതയുണ്ടാക്കാൻ തുടങ്ങും. തുടക്കത്തിൽ ഈ പാത വളരെ ദുർബലമായിരിക്കും, പുതിയതായി ഒരാൾ മാത്രം നടന്നുപോയ ഒരു വഴി പോലെ. എന്നാൽ നിങ്ങൾ ഈ ശീലം ദിവസവും ആവർത്തിക്കുമ്പോൾ ആ പാത ക്രമേണ ശക്തമാകും. ഒടുവിൽ ആ പുതിയ പാത നിങ്ങളുടെ പുതിയ ശീലമായും പുതിയ ചിന്താരീതിയായും പുതിയ വ്യക്തിത്വമായും മാറും. ഇതിനെയാണ് മൈൻഡ് റീവയറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് സന്തോഷം നൽകുന്ന ഒരു രാസവസ്തുവാണ് ഡോപാമൈൻ.
നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ലൈക്ക് കിട്ടുമ്പോൾ, ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ, ഗെയിം കളിക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ ഡോപാമൈൻ പുറത്തുവരും. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. എല്ലാ സന്തോഷങ്ങൾക്കും തലച്ചോറ് അടിമയാകാൻ തുടങ്ങും. അത് കിട്ടാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. ഉദാഹരണത്തിന്, ഇന്ന് 4 മണിക്കൂർ പഠിക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷെ പഠിക്കുമ്പോൾ ഡോപാമൈൻ കിട്ടില്ല. പഠിച്ചു മടുക്കുമ്പോൾ തലച്ചോറ് പെട്ടെന്ന് പറയും, പോയി ഇൻസ്റ്റഗ്രാം തുറക്ക്, അവിടെ ഡോപാമൈൻ കിട്ടും. അങ്ങനെ 5 മിനിറ്റ് ഇൻസ്റ്റഗ്രാം ഉപയോഗം 2 മണിക്കൂറായി മാറും. അതുകൊണ്ടാണ് ഡോപാമൈൻ നിയന്ത്രിച്ചില്ലെങ്കിൽ മൈൻഡ് റീവയറിംഗ് പൂർത്തിയാകില്ലെന്ന് പറയുന്നത്. ഡോപാമൈൻ ഡിറ്റോക്സ് എന്നാൽ കുറച്ചു ദിവസത്തേക്ക് പെട്ടെന്ന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തുക എന്നതാണ്. തലച്ചോറിനിതൊന്നും കിട്ടാതെ വരുമ്പോൾ അത് അസ്വസ്ഥമാകും, അല്പം ദേഷ്യം വരും, മടുപ്പ് തോന്നും. പക്ഷേ അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ പരിശീലനം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ജനിക്കുന്നത്. കാരണം ഇപ്പോൾ തലച്ചോറ് സന്തോഷത്തിന് പിന്നാലെ പോകില്ല, മറിച്ച് അച്ചടക്കത്തിന് പിന്നാലെ പോകും. നമുക്ക് ജോലി ചെയ്യാം, കാരണം സന്തോഷം പിന്നീട് കിട്ടും, അത് ആഴത്തിലുള്ള സംതൃപ്തി നൽകും എന്ന് അത് പറയും. ഇതാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയമായ വഴി. ഇവിടെ മാന്ത്രികതയോ അത്ഭുതങ്ങളോ ഇല്ല. സ്ഥിരതയും ബോധവും പുതിയ പാതകളുണ്ടാക്കാനുള്ള കഠിനാധ്വാനവും മാത്രം മതി. തലച്ചോറ് റീവയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ഇന്നാണ്. നിങ്ങൾ എത്ര വൈകുന്നുവോ അത്രത്തോളം പഴയ ശീലങ്ങളിൽ ശക്തമാകും. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു രാക്ഷസനല്ല. അത് പഴയ ശീലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു സംവിധാനം മാത്രമാണ്. ഈ സംവിധാനങ്ങളെ മാറ്റാൻ കഴിയും. അതിന് പുതിയ നിർദ്ദേശങ്ങളും പുതിയ പരിശീലനവും പുതിയ സന്തോഷങ്ങളും നൽകിയാൽ മതി. ഇന്ന് ഇത്രമാത്രം. അടുത്ത രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.